തമിഴ്നാട്ടിലെ ഗ്രാമപ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്യുന്നതിനിടെ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട ഒരു ചെറിയ കുടിൽ വ്യവസായ കേന്ദ്രമാണ് ഈ കാണുന്നത്. പരമ്പരാഗത രീതിയിൽ കരിമ്പിൽ നിന്ന് ശർക്കര ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയ ഞങ്ങൾ അടുത്തറിയാൻ അവിടെ സന്ദർശിച്ചു. ആദ്യം പുതിയ കരിമ്പ് മെഷീനിലിട്ട് നന്നായി ചതക്കുന്നു. ചതച്ച കരിമ്പിൽ നിന്നും പുറത്തു വരുന്ന നീര് താഴെ ഫിറ്റ് ചെയ്തിരിക്കുന്ന പൈപ്പ് മുഖേന നേരെ അടുത്തുള്ള ടാങ്കിലേക്കാണ് പോകുന്നത്. ഏകദേശം 10 മുതൽ 15 ലിറ്റർ വരെ നീര് ഈ ടാങ്കിൽ സംഭരിക്കാൻ കഴിയും. ടാങ്ക് നിറഞ്ഞതിന് ശേഷം വാൾവ് തുറക്കുമ്പോൾ കരിമ്പ് ജ്യൂസ് നേരിട്ട് വലിയ ചട്ടിയിലേക്ക് ഒഴുകുന്നു. പിന്നീട് ശക്തമായ രീതിയിൽ ഏകദേശം 1.5 മണിക്കൂറോളം ഇത് തിളപ്പിക്കുന്നു. കരിമ്പ് ചതച്ചതിന് ശേഷം ലഭിക്കുന്ന ചണ്ടി തന്നെയാണ് അവിടെ ഇന്ധനമായി ഉപയോഗിക്കുന്നത്. അതിലൂടെ വേസ്റ്റ് ഒന്നും കളയാതെ പരമ്പരാഗതവും പരിസ്ഥിതി സൗഹൃദവുമായ രീതിയിൽ തീ കത്തുന്നു. സാവധാനം ഈ നീര് കട്ടിയായി കുറുകി കട്ടിയുള്ള മിശ്രിതമായി മാറുന്നു. നന്നായി കുറുകിയ ശേഷം ഈ മിശ്രിതം വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി തുടർച്ചയായി ഇളക്കുന്നു. ചൂട് കുറയുമ്പോൾ ഇത് കൂടുതൽ ടൈറ്റായി മാറും. പിന്നെ കൈകൊണ്ട് ഉരുട്ടി ചെറിയ ബോൾ രൂപത്തിലാക്കുന്നു. ഇങ്ങനെ തയ്യാറാക്കുന്ന ശർക്കര വിവിധ സ്ഥലങ്ങളിലേക്കും പ്രത്യേകിച്ച് കേരളത്തിലേക്കും കയറ്റി അയക്കുന്നു. പരമ്പരാഗത വിദ്യയും കഠിന അധ്വാനവും ചേർന്ന
ഈ പ്രക്രിയ ഗ്രാമജീവിതത്തിൻ്റെ യഥാർത്ഥ സ്വാദാണ് നമ്മെ കാണിക്കുന്നത്. അവിടെയുള്ള ചേച്ചിമാർ പലരും ഏകദേശം 10 വർഷത്തോളമായി ഇതേ ജോലിയിൽ ആത്മാർത്ഥമായി പ്രവർത്തിച്ചു വരുന്നു. അവരുടെ അനുഭവവും കൈവഴക്കവും തന്നെയാണ് ഈ നിർമ്മാണ പ്രക്രിയയുടെ പ്രധാന ശക്തി. ഞങ്ങൾ അവിടെ സന്ദർശിച്ച സമയത്ത് അവർ വലിയ സ്നേഹത്തോടെ പുതിയ കരിമ്പ് ജ്യൂസ് പാത്രത്തിലാക്കി എല്ലാവർക്കും നൽകി. ഗ്രാമീണരുടെ അതിഥി സൽക്കാരവും സ്നേഹവും ഞങ്ങൾ നേരിട്ട് അനുഭവിച്ച ഒരു മനോഹരമായ നിമിഷമായിരുന്നു അത്.